നമസ്കാരം. ഇന്ന് 2024 ജനുവരി മാസം 26-ാം തീയതി വെള്ളിയാഴ്ച ദിവസം. ഇന്ന് തൈപ്പൂയമാണ്. ഭക്തിയുടെ നിറവിൽ ഇന്ന് തൈപ്പൂയം ആഘോഷിച്ചു. ഭക്തർക്കും മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. തൈപ്പൂയം കഴിയുന്നതോടുകൂടി ജീവിതം രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി വലിയ ഒരു നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും. ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എല്ലാം കരസ്ഥമാക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും. ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. 2 ഗ്രഹങ്ങളുടെ ശക്തി, വ്യാഴ ശുക്ര സംയോഗം, ബമ്പർ നേട്ടങ്ങൾ തേടി വരുന്ന 5 രാശിക്കാർ. ഈ 5 രാശിക്കാർക്ക് ഇനി അത്ഭുതപ്പെടുത്തുന്ന വലിയ നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. ഇനി ഇവരുടെ ജീവിതം മാറും. ഇവർക്ക് വലിയ സൗഭാഗ്യങ്ങൾ തേടി വരും. വിജയത്തിൻ്റെ സോപാനങ്ങളിൽ ഇവർ കയറിപ്പറ്റുകയും അവിടെയൊക്കെ ഇവരുടെ ഒരു തിളക്കം കാണുവാനും സാധിക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹവും ഒരു നിശ്ചിത കാലയളവിന് ശേഷം രാശി മാറുന്നു. വ്യാഴത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ വ്യാഴം ഏതാണ്ട് 1 വർഷ കാലയളവിൽ ഒരേ രാശിയിൽ തന്നെ തുടരുന്നു. ഈ സമയത്ത് വ്യാഴം അതിൻ്റെ രാശിചിഹ്നമായ മേടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏപ്രിൽ 24-ന് ശുക്രനും ഈ രാശിയിൽ പ്രവേശിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോജം മേടൻ രാശിയിൽ കാണാൻ സാധിക്കും. വളരെയേറെ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കും. അത് ആരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാവും. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. ഇന്ന് തൈപ്പൂയമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നിങ്ങളുടെ ജീവിതം പാടെ മാറും. ഒരുപാട് പേർ അവരുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കാറുണ്ട്. അവരുടെയൊക്കെ പേരും ജന്മനക്ഷത്രവും ഞാൻ പ്രത്യേകം എഴുതി വെച്ച് പൂജാവേളയിൽ പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ജീവിതം മാറുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കണം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും. രാശി വേണ്ട, പേരും ജന്മനക്ഷത്രവും മാത്രം മതി. പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് എഴുതിയേക്കുക. എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരുന്ന, നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കുന്ന ആ ഭാഗ്യ നക്ഷത്രം ആരാണെന്നറിയണ്ടേ? അത് മറ്റാരുമല്ല, മേടൻ രാശിക്കാർ തന്നെയാണ്. മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യമാണ്, നേട്ടമാണ്. ഒരുപാട് കാലങ്ങളായി ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുന്നു. അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ എത്തുന്നു. ജീവിതത്തിൽ വളരെയേറെ പ്രശ്നങ്ങൾ. അതൊക്കെ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് മാറുന്ന ഒരു സാഹചര്യമാണ്. ഈ രാശിക്കാർക്ക് ഈ ഗ്രഹസംയോഗം ഒരു ഭാഗ്യം എന്ന് തന്നെ കണക്കുകൂട്ടാം. അതായത് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നു. ധാരാളം ധനം വന്നു ചേരുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്നു. അതായത് ഇവരുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വന്നു ചേരും. സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കും. ഇതോടൊപ്പം ബിസിനസ്സിലും തുടർച്ചയായ ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കരിയറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജോലികളെല്ലാം വിലമതിക്കപ്പെടും. നിങ്ങളുടെ പ്രവൃത്തികൾ പരിഗണിച്ച് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ചില വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാം. ഇതോടൊപ്പം പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുണ്ട്. അതായത് അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക നേട്ടം, അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറുന്ന ദിനങ്ങൾ തന്നെയാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും. ഒരു പ്രണയ വിവാഹമൊക്കെ നടക്കുവാനുള്ള സാധ്യതയൊക്കെ നിങ്ങളെ സംബന്ധിച്ചുണ്ട്.
അതുപോലെ തന്നെ വിവാഹപ്രായമായി നിൽക്കുന്നവർക്ക് വിവാഹാലോചനയൊക്കെ വരും. അതൊക്കെ സക്സസ് ആവാനും കാരണമുണ്ട്. അതായത് ഈ ഒരു സംയോഗം ഈ നക്ഷത്ര ജാതകർക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് സമ്മാനിക്കുന്നത്. അടുത്ത രാശിക്കാർ മിഥുന രാശിക്കാരെ അറിയാം. മിഥുന രാശിയിലെ മകീരം, തിരുവാതിര, പുണർതം കഴിഞ്ഞ കുറേ നാളുകളായി എന്താണെന്നറിയില്ല, പല രീതിയിലും പലവിധ ബുദ്ധിമുട്ടുകളാണ്. ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട്, കാണാത്ത ജ്യോതിഷന്മാരില്ല, ജാതകം പരിശോധിക്കുന്നു, വർഷഫലം പരിശോധിക്കുന്നു, പൊരുത്തം നോക്കുന്നു. എന്ത് ചെയ്തിട്ടും ഒരു ഗുണാനുഭവവും ഇവർക്ക് വന്നു ചേരുന്നില്ല. എന്നാൽ മിഥുനൻ രാശിക്കാർക്ക് ഇനി സാഹചര്യങ്ങൾ മാറാൻ പോവുകയാണ്. ഭാഗ്യത്തിലേക്ക് ഇവർ കടക്കാൻ പോവുകയാണ്. മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും ഇനി ഏറ്റവും നല്ല നാളുകൾ. ബമ്പർ വരെ അടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ബമ്പർ നറുക്കെടുപ്പുണ്ട് എങ്കിൽ ആ ബമ്പർ നറുക്കെടുപ്പിൽ ഫസ്റ്റ് പ്രൈസ് തന്നെ ഇവർക്ക് അടിക്കും. അത്രയേറെ നല്ല സമയമാണ്. ജോലിക്കാര്യത്തിലൊക്കെ ഉത്തരവാദിത്തങ്ങൾ കൂടും. പുതിയൊരു ജോലി തേടി അത് നടപ്പിലാക്കുവാനുള്ള ശ്രമം വിജയിക്കും. വീട് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു. കല്യാണപ്രായമായി നിൽക്കുന്നവർക്ക് കല്യാണം നടക്കേണ്ട സമയം. ചുരുക്കി പറഞ്ഞാൽ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെയും ഇവർക്ക് നടന്നു കിട്ടും. മിഥുനൻ രാശിയിൽ ശുക്രനും വ്യാഴവും 11ാം ഭാവത്തിൽ കൂടിച്ചേരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ രാശിചിഹ്നത്തിലുള്ള ആളുകൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. ഇതോടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാകും. നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ആഗ്രഹങ്ങൾ സാധിക്കുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതം മാറി മറിയും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പ്രണയ ജീവിതം നല്ലതായിരിക്കും. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് നല്ല സമയം ചെലവഴിക്കാൻ കഴിയും. ദുബായിലൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ദുബായിലൊക്കെ പോകുവാൻ സാധിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അനുകൂലമായ സമയമാണ്. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ സമ്പാദിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. നിങ്ങൾ ആഗ്രഹിച്ച എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അത് നടന്നു കിട്ടും, ഉറപ്പാണ്. അടുത്തത് പുണർതം, പൂയം, ആയില്യം. പുണർതം നക്ഷത്ര ജാതകരെ പറ്റി പറയുകയാണ് എങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിക്ക് ശ്രമം നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് അത് കിട്ടും, ഉറപ്പാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ പൂയം നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലത്തെ ഒരുപാട് സമൃദ്ധി വന്നു ചേരും. അതായത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യമായിരിക്കും, നേട്ടമായിരിക്കും വന്നു ചേരുക. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഇവർ ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. അതായത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ചില ആഭിചാര ദോഷങ്ങൾ, കുടുംബത്തിൽ ചില ദോഷങ്ങൾ ഒക്കെ ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതൊക്കെ മാറിക്കിട്ടും. ഇനി ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കും. വസ്തു, വീട്, 2 കാറ്, ഒരുപാട് പണം, ബാങ്ക് ബാലൻസ് ഇവയൊക്കെ ഇവർ കരസ്ഥമാക്കും. വലിയ വീട് വയ്ക്കും. വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാനുള്ള യോഗം ഇവരുടെ ജീവിതത്തിലുണ്ട്. ധാരാളം ധനം വന്നു ചേരും. ഇവർക്ക് ഒത്തിരി സന്തത സഹചാരികൾ ഉണ്ടാകും. അതായത് ഇവരുടെ എല്ലാ കാര്യത്തിനും ഇവർക്ക് നേട്ടമായിരിക്കും. ശുക്രൻ അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ രാജാവിനെ പോലെ വാഴുവാനുള്ള ഒരു യോഗമാണ് കർക്കിടകൻ രാശിക്ക് വന്നുയർന്നിരിക്കുന്നത്. പുണർതത്തിനും പൂയത്തിനും ആയില്യത്തിനും 10ാം ഭാവത്തിൽ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗം നടക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കർക്കിടകൻ രാശിക്കാർക്ക് എല്ലാ മേഖലകളിലും വിജയം നേടാൻ കഴിയും. നിങ്ങൾക്ക് ബിസിനസ്സിൽ പുതിയ എന്തെങ്കിലും ആരംഭിക്കാൻ കഴിയും. ഭാവിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ധാരാളം നേട്ടങ്ങൾ ലഭിച്ചേക്കാം. പ്രണയ ജീവിതം വളരെ മികച്ചതായിരിക്കും. നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും പ്രിയങ്കരനാകാൻ കഴിയും. സുഹൃത്തിൽ നിന്നും ഒരു വലിയ ഗുണാനുഭവമൊക്കെ ഇവർക്ക് വന്നു ചേരും. ചുരുക്കി പറഞ്ഞാൽ കർക്കിടകൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും. അടുത്തത് ധനുക്കൂറുകാരാണ്. ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം
ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം, നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന സമയം. കഷ്ടതകൾ ഒരുപാടായിരുന്നു, സങ്കടങ്ങൾ ഒരുപാടാണ്. വസ്തുവകകൾ വിൽക്കണമെന്ന് ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ല, ഒരു ചിട്ടിയുള്ളത് അടിക്കുന്നില്ല, ഒരു ദൈവത്തെ എത്ര വിളിച്ചിട്ടും ദൈവം വിളി കേൾക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ഇവർക്കുണ്ട്. പക്ഷേ അതൊക്കെ മാറാൻ പോവുകയാണ്. ഇവർക്കിനി ഭാഗ്യം ഒരുപാട് വന്നു ചേരും. ധനുരാശിക്കാർക്ക് ഇനി ഒരുപാട് ഭാഗ്യം വന്നു ചേരും. ഇവരുടെ ജീവിതം മാറും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ധനുരാശിക്കാർ നേടിയെടുക്കും. അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ധനുക്കൂറിലെ മൂലവും പൂരാടവും ഉത്രാടവും എത്തിയിരിക്കുന്നത്. ഇവർ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ ഇവരുടെ കാൽക്കീഴിൽ വരും. ഇവർ എന്തിലാണോ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് അതൊക്കെ ഇവർ നേടിയെടുക്കും, ഉറപ്പായും നേടിയെടുക്കും. അത്രയേറെ സൗഭാഗ്യങ്ങളും അത്രയധികം നേട്ടവും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിൽ, അതല്ല മറ്റെന്തെങ്കിലും കാര്യത്തിലാണ് എങ്കിൽ എല്ലാ കാര്യത്തിലും അവർക്ക് സമ്പൂർണ്ണ ജീവിതമായിരിക്കും. ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഇതിനൊരു സംശയവുമില്ല. പറയുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ദോഷപരിഹാരത്തിന് ഈ പറഞ്ഞ രാശിക്കാരൊക്കെ ചില കാര്യങ്ങൾ ചെയ്യണം. അത് ഞാൻ അടുത്ത നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തിയതിനു ശേഷം പറയുന്നതാണ്. അത്യാവശ്യമായിട്ട് അത് ചെയ്തിരിക്കണം. അത് നിങ്ങളെ വലിയ വലിയ നേട്ടത്തിലേക്ക് കൊണ്ടുപോകും. മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും സമയം കെങ്കേമമാണ്. നല്ല സമയം തെളിയുന്നു. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറുന്നു. ഇനി അഭിവൃദ്ധിയിലേക്ക് പോകുന്നു. നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്നു. ഇനി നിങ്ങൾ ഭാഗ്യത്തിലേക്ക് കടക്കും. അടുത്ത നക്ഷത്രജാതകർ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച, അല്പം പൊട്ടിത്തെറിക്കണമെന്ന് കരുതിയിരിക്കുന്ന, സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ഒരു ദിനം പൊട്ടിത്തെറിക്കും എന്ന് കണക്കുകൂട്ടിയിരിക്കുന്ന ആ നക്ഷത്രജാതകർ ചിങ്ങൻ രാശിക്കാരാണ്. ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം. കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒത്തിരി അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ നാളുകൾ തന്നെയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന കാലമാണ്. ജീവിതത്തിൽ കൊതിച്ചതൊക്കെ ഈ നക്ഷത്രജാതകർ ഇനി നേടിയെടുക്കും. അതിനകത്ത് 2 വീട് സ്വന്തമാക്കും, 3 കാറ് സ്വന്തമാക്കും, ഒത്തിരി വസ്തുവകകൾ വാങ്ങും. ഏതായാലും ചിങ്ങക്കൂറുകാർക്ക് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും സമയം തെളിയുന്നു. ഒരു ആനയെ വാങ്ങുവാനുള്ള യോഗം വരെ ഇവർക്ക് വന്നു ചേരും. ആനയെ വാങ്ങും. അത് ഉത്സവപ്പറമ്പിലൊക്കെ അതിനെ നേർച്ചയായി നൽകാൻ ആൾക്കാരുണ്ടാകും. അങ്ങനെ ധാരാളം പണമൊക്കെ സമ്പാദിക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും. മനസ്സ് വെച്ചാൽ ഒരു ആനയെപ്പോലും വാങ്ങുവാനുള്ള യോഗം ഇവർക്കുണ്ട്. അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾ കുതിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. അപ്പോൾ വഴിപാടുകൾ മറക്കേണ്ട. ആദ്യം നമ്മളെ വിഘ്നങ്ങളൊക്കെ മാറണം. വിഘ്നങ്ങളൊക്കെ മാറുവാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മാത്രം പോരാ, ഗണപതി ക്ഷേത്രത്തിൽ പോകണം. അവിടെ ഒരു തേങ്ങ ഉടച്ചു പ്രാർത്ഥിക്കുക. എല്ലാ മാസവും ഒരു ഗണപതി ഹോമം നടത്തുക. 2, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകണം. കുടുംബക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കണം. അത് മാറ്റമാണ്. ജീവിതത്തിലെ ഒത്തിരി കഷ്ടതകൾ മാറി, ആഭിചാരദോഷങ്ങളൊക്കെ മാറി, ചെയ്ത്തുദോഷങ്ങളൊക്കെ മാറി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തണം. അവിടെ കൂവളമാല, മഹാമൃത്യുഞ്ജയ ഹോമം ഇത് നടത്തുക. അതുമതി ജീവിതം രക്ഷപ്പെടുവാൻ. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വലിയ വലിയ നേട്ടത്തിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ തീർച്ചയായും ഇതൊന്ന് ചെയ്യുക. ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ വലിയ നേട്ടത്തിൻ്റെ സമയമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഭാഗ്യം കനിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.